കാണുന്നു നിനക്കാരാധന. എൻ്റെ സ്നേഹം നൽകിയിടും നാഥാ ഞാൻ നിനക്കാരാധന. തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു നിനക്കാരാധന. എൻ്റെ സ്നേഹം നൽകിയിടും നാഥാ ഞാൻ നിനക്കാരാധന. ആരാധന 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 യേശുനാഥ. ഒരുപാട് സന്തോഷത്തോടും വലിയ സ്നേഹത്തോടും കൂടെ മണ്ണിൽ അവതരിച്ച ദൈവപുത്രനെ നമുക്കൊന്നിച്ച് പാടി ആരാധിക്കണം. സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും നിറഞ്ഞ ഹൃദയം ദൈവസന്നിധിയിലേക്ക് നമുക്കുയർത്താം. ഒന്നിച്ച് പാടാം, ആരാധിക്കാം. ആരാധന 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 യേശുനാഥ. സ്നേഹത്തോടെ പാടണം ആരാധന. ആരാധന എല്ലാവരും ചേർന്ന് ആരാധന ആരാധന യേശുനാഥ. ഈശോയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കി നിൽക്കുന്ന ഈ സമയം മനസ്സിൽ നിറയുന്ന സന്തോഷം മുഴുവനും നമ്മൾ അറിയിക്കുകയാണ്. ഇത്ര നാളും മനസ്സിൽ കൂട്ടിക്കൂട്ടി വെച്ചിരുന്ന എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ നൊമ്പരപ്പാടുകൾക്കും ഇതാ ഒരു പരിസമാപ്തി എന്നതുപോലെ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത അറിയിച്ചുകൊണ്ട് മണ്ണിൽ അവതരിച്ച ദൈവപുത്രൻ നമ്മെ തന്നെ നോക്കി നിൽക്കുന്നു പുഞ്ചിരിച്ചുകൊണ്ട്. സ്നേഹത്തോടെ ഇതാ ഈശോ നമ്മുടെ കൂടെ. വലിയ വിശ്വാസത്തോടെ നമുക്ക് ആ സന്നിധിയിൽ അണയണം. വലിയ സ്നേഹത്തോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. എന്നിട്ട് നമ്മുടെ സന്തോഷം മുഴുവനും അറിയിച്ച് പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ ഈ ദൈവപുത്രനെ, നമ്മുടെ ഇടയിലേക്ക് വലിയ സ്നേഹത്തോടെ കടന്നു വന്ന ഈ രാജകുമാരനെ നമുക്ക് ആരാധിക്കാം. ഒന്നിച്ചു പാടാം. പൂർണ്ണാത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണാത്മാവോടെയും അതേ ഈശോയെ, പൂർണ്ണ മനസ്സോടെയും അതേ ഈശോ പാടുന്നു ഞങ്ങൾ ആരാധന. സർവശക്തിയോടും നിത്യമാരാധിച്ചിടും. ഞങ്ങൾ ആരാധിക്കുന്നു ഒരുമിച്ച്. സർവശക്തിയോടും നിത്യമാരാധിച്ചിടും. ആരാധിച്ചുകൊണ്ട് പാടാം. ആരാധന സ്വർഗ്ഗവാസികളോട് ചേർന്ന് ആരാധന യേശുവേ, ആരാധന യേശുനാഥ. ആട്ടിടയരോട് ചേർന്ന് പാടാം. ആരാധന യേശുവേ, ആരാധന പൂജ്യ രാജാക്കന്മാരോടൊപ്പം ആരാധന യേശുനാഥ. ആരാധന സകല സൃഷ്ടിജാലങ്ങളും ആരാധന പൂർണ്ണ മനസ്സോടെ ആരാധിക്കുന്നു ഇപ്പോൾ. ആരാധന യേശുനാഥ. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും ചേർന്ന് ആരാധന ജീവിതം കൊടുത്തുകൊണ്ട് ആരാധന സന്തോഷങ്ങൾ ഏറ്റുവാങ്ങി ആരാധന യേശുനാഥ. അനുഗ്രഹങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങിക്കൊണ്ട് ആരാധിക്കാം. ആരാധന യേശുവേ, ആരാധന എന്റെ ഈശോയ്ക്ക് ആരാധന. ആരാധന യേശുനാഥ. കൈകൾ കൂപ്പി ആരാധന യേശുവേ, ആരാധന എന്റെ ഈശോയ്ക്ക് ആരാധന യേശുനാഥ. ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന ആട്ടിടയർ ജാഗ്രതയോടെ ആടുകൾക്ക് കാവലിരുന്ന സമയം ഇതാ കർത്താവിന്റെ ദൂതൻ അവരുടെ മധ്യത്തിൽ വന്ന്
വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത അറിയിക്കുന്നു. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ക്രിസ്തു ഇതാ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇതാ ജനിച്ചിരിക്കുന്നു. എത്ര സന്തോഷത്തിന്റെ വാർത്തയായത്! ലോകം മുഴുവൻ സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടുന്ന സമയമാണല്ലോ ഇത്. ലോകം മുഴുവൻ സമാധാനം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുന്ന നല്ല നിമിഷങ്ങളാണല്ലോ ഇത്. ദൈവപുത്രനെ ഹൃദയത്തിൽ നമുക്ക് സ്വന്തമാക്കണം. സന്തോഷം നഷ്ടപ്പെട്ടു പോയവരോടൊക്കെ കർത്താവിന്റെ ദൂതൻ പറയുന്ന വാക്കുകൾ നമുക്കിപ്പോൾ ഏറ്റുവാങ്ങാം. സന്തോഷത്തിന്റെ ഒരു വലിയ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഒരാൾക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത വിധത്തിൽ, ഏതൊരു ശക്തിക്കും മായ്ച്ചു കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷത്തിന്റെ അനുഭവം മകനെ, മകളെ, ഈ സമയം കർത്താവ് നമുക്ക് തരുന്നു. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് ജനിച്ചിരിക്കുന്നു. ഒരു രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പുൽക്കൂട്ടിലേക്ക് സ്നേഹത്തോടെ നമ്മുടെ ഓർമ്മകളെ കൊണ്ടുപോകണം. എന്നിട്ട് ആ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ദിവ്യ ശിശുവിനെ മനസ്സോടെ നമുക്കൊന്ന് സ്വീകരിക്കണം. ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് ഏറ്റുവാങ്ങണം. വലിയ സന്തോഷത്തിന്റെ ഈ സദ്വാർത്ത മനസ്സിൽ ഇത്ര നാളും കൂട്ടിക്കൂട്ടി വെച്ചിരുന്ന എല്ലാ ഭാരങ്ങളും, എല്ലാ പരാജയങ്ങളും, ചിതറിക്കപ്പെട്ടു പോയ അനുഭവങ്ങളും, ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങളും, തോൽവി ഏറ്റുവാങ്ങിയ അനുഭവങ്ങളും, അഭയം ആയിട്ട് നിൽക്കാൻ ആരുമില്ലാത്തതിന്റെ വേദനയും എല്ലാം ഈ സമയം കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവിനോട് നമ്മൾ പറയുന്നു, യേശുവേ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ രക്ഷകനായി വന്നു പിറന്ന ദിവസമാണല്ലോ ഇത്. അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത, പരാജയങ്ങൾ മാത്രമുള്ള, വേദനകൾ മാത്രമുള്ള എൻ്റെ ജീവിതത്തിൽ രക്ഷകനായി വന്നു പിറക്കുന്ന പുണ്യദിനമാണല്ലോ ഇന്ന്. ലോകം മുഴുവൻ സന്തോഷിക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. ഈ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞങ്ങൾ സ്വീകരിക്കുന്നു. നമുക്കെല്ലാവർക്കും രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ മനസ്സാ സ്വീകരിച്ച് ഈശോയുടെ മുൻപിലേക്ക് സകലതും സമർപ്പിച്ച് സന്തോഷത്തിന്റെ നിറുകയിലേക്ക്, സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണേ കർത്താവേ, എന്നെ ഉയർത്തണേ കർത്താവേ. ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ സന്തോഷം, ഇന്നോളം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വലിയ സമാധാനത്തിന്റെ അനുഭവം ഈ സമയം അങ്ങ് ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ സ്വീകരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏതാനും സമയം നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മളെ ചേർത്ത് പിടിക്കാൻ, സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ അരികിലേക്ക് വന്ന ഈ ദിവ്യകാരുണ്യ ഈശോയെ മനസ്സാ നമുക്കൊന്ന് ആരാധിക്കാം. ഹൃദയം തുറന്ന് ജീവിതം മുഴുവൻ കൊടുത്ത് ഏതാനും സമയം ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പുൽക്കൂടാക്കാം ഞാൻ, അതിൽ വന്നു പിറക്കണമേ നാഥ. പറയണം ഈശോയോട്. മനസ്സൊരു പുൽക്കൂടാക്കാം ഞാൻ, അതിൽ വന്നു പിറക്കണമേ നാഥ. ഈശോയോട് പറയണം ഒരുമിച്ച്. സങ്കടമെല്ലാം നീക്കണമേ യേശുവേ. സന്തോഷത്താൽ നിറയ്ക്കണമേ. ഈശോയോട് പറയാം നമുക്ക്. സങ്കടമെല്ലാം നീക്കണമേ യേശുവേ. സന്തോഷത്താൽ നിറയ്ക്കണമേ. കൈകൾ രണ്ടും ഈശോയുടെ മുമ്പിലേക്കൊന്ന് തുറന്നു പിടിക്കണം. എന്നിട്ട് പറയണം, ഈശോയെ, സന്തോഷിക്കാൻ ഒന്നുമില്ല എനിക്ക്, ഒരു കാര്യവും ഓർത്താൽ സന്തോഷിക്കാൻ പറ്റില്ല എനിക്ക്.
പുറകിലേക്ക് നയിക്കുന്ന ചിന്തകളും വേദനിപ്പിക്കുന്ന തളർത്തിക്കളയുന്ന അനുഭവങ്ങളും തിക്തമായിട്ടുള്ള അനുഭവങ്ങളും ഇതൊക്കെ ഉള്ളൂ എനിക്ക് സ്വന്തമായി. ഇതൊക്കെ ഉള്ളൂ എൻ്റെ കൈകളിൽ കൈവശമുള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ ഈ വേദനകളും ഈ പരാജയങ്ങളും ഈ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും തോരാത്ത ദുഃഖത്തിൻ്റെ ഓർമ്മകളും ഇതൊക്കെ ഉള്ളൂ എനിക്ക്. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ മനസ്സ് ഞാൻ ഇന്നൊരു പുൽക്കൂടാക്കി മാറ്റും. എൻ്റെ മനസ്സ് ഇന്ന് നിനക്ക് വന്ന് പിറക്കാനുള്ള ഒരിടമാക്കി ഞാൻ മാറ്റും. അങ്ങ് വന്നാലേ, അങ്ങ് നിറഞ്ഞാലേ സന്തോഷമുള്ളൂ എനിക്ക്. ഹൃദയത്തിൽ അങ്ങ് വന്നാലേ സന്തോഷിക്കാൻ പറ്റൂ എനിക്ക്. എൻ്റെ മനസ്സിന്റെ സങ്കടങ്ങൾ മുഴുവനും ഏറ്റെടുക്കാൻ ഈ സമയം അങ്ങ് മനസ്സാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആ വരികൾ തന്നെ ഒന്നുകൂടെ ആലപിച്ച് ഈശോയോട് പറയണം, സങ്കടം മുഴുവൻ സന്തോഷമാക്കി മാറ്റണോന്ന്. മനസ്സൊരു പുൽക്കൂടാക്കാം ഞാൻ, അതിൽ വന്നു പിറക്കണമേ നാഥ. പാടാവോ ഒരുമിച്ച്? മനസ്സൊരു പുൽക്കൂടാക്കാം ഞാൻ, അതിൽ വന്നു പിറക്കണമേ നാഥ. ഇപ്പോൾ തന്നെ വരണം ഈശോ. സങ്കടമെല്ലാം നീക്കണമേ, സന്തോഷത്താൽ നിറയ്ക്കണമേ. സങ്കടമെല്ലാം നീക്കണമേ, സന്തോഷത്താൽ നിറയ്ക്കണമേ. കൈകള് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണിപ്പോൾ. ഒരുപാട് കാരണങ്ങളുണ്ട് സന്തോഷം നഷ്ടപ്പെട്ടു പോയതിന്. കൂടെ നിൽക്കുമെന്ന് കരുതിയവരും സഹായങ്ങൾ തരുമെന്ന് പ്രതീക്ഷിച്ചവരും ഒരാശ്വാസവാക്കെങ്കിലും എന്നോട് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചവരുമൊക്കെ മാറി നിന്നപ്പോൾ മനസ്സിലുണ്ടായ വേദന, ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദന, സഹായിക്കാൻ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് കരഞ്ഞ നാളുകൾ ഈശോയോട് പറയണം, ഈശോയെ, വേദനകൾക്ക് ഒരു സമാപനം എന്ന പോലെ വേദനകളെല്ലാം ഇല്ലായ്മ ചെയ്യാൻ, സങ്കടങ്ങളെല്ലാം തുടച്ചു മാറ്റാൻ, അതിനാണല്ലോ അങ്ങ് ഇന്ന് ഈ ഭൂമിയിൽ വന്ന് പിറന്നതിൻ്റെ ഓർമ്മ ഞങ്ങൾ ആചരിക്കുക. കർത്താവേ, അങ്ങന്റെ ഹൃദയത്തിൽ വന്ന് നിറയുമ്പോൾ ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു സമാധാനം ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ സമാധാനം നിറഞ്ഞു നിൽക്കാൻ അങ്ങ് വീണ്ടും വീണ്ടും ഭാഗ്യം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല യേശുവേ, ഈ സമയം എൻ്റെ ഹൃദയം മുഴുവൻ ഞാൻ തുറന്നു വെക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ ഇരുട്ട് പിടിച്ച മേഖലകളിലേക്കും സന്തോഷമായി, സമാധാനമായി, വലിയ സന്തോഷത്തിൻ്റെ നിറവായി അങ്ങിപ്പോൾ തന്നെ കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ഈ സമയം അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കൈകൾ ഒരിക്കൽ കൂടെ ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് ഈ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ മനസ്സിൻ്റെ എല്ലാ ശൂന്യതകളും, മനസ്സിൻ്റെ എല്ലാ നൊമ്പരപ്പാടുകളും, ആരാരും സ്നേഹിക്കാനില്ലാത്തതിൻ്റെ, എല്ലാവരും ഇട്ടിട്ട് പോയതിൻ്റെ, എല്ലാവരും ഒറ്റപ്പെടുത്തിയതിൻ്റെ എല്ലാ വേദനകളും ഇപ്പോൾ നമ്മൾ ഏറ്റുപറയുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അഭയമുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. സത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് ഇന്ന് സന്തോഷിക്കുന്ന ദിവസമാണ്. ആർക്കൊക്കെ സത്രം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുവോ അവർക്കെല്ലാം ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ്. ആർക്കൊക്കെ അഭയമായിട്ടുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുവോ അവർക്കെല്ലാം ആ നഷ്ടപ്പെട്ട സത്രം തിരിച്ചു കിട്ടുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ദിവസമാണിന്ന്. കൈകൾ ഉയർത്തിപ്പിടിച്ച് മനസ്സിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ മുഴുവൻ കൊടുത്ത് നഷ്ടപ്പെടലിൻ്റെ, പരാജയത്തിൻ്റെ എല്ലാ കണക്കുകളും എല്ലാ ഓർമ്മകളും ഈ തിരുസന്നിധിയിൽ സ്നേഹപൂർവ്വം സമർപ്പിച്ച്, കർത്താവേ, ഞങ്ങൾ ഒരിക്കൽ കൂടെ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ ഒരിക്കൽ കൂടെ നിന്നെ സ്തുതിക്കുന്നു, മനസ്സ് തുറന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഈ ജീവിത സാഹചര്യങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന ഈ ഇടങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവെ, മനസ്സ് തുറന്ന് നീ തരുന്ന വലിയ സമാധാനവും നീ തരുന്ന ഈ വലിയ സന്തോഷവും അതിന്റെ പൂർണ്ണതയിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ നന്ദി. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നഷ്ടങ്ങളെല്ലാം തന്നു ഞാനിന്ന് പാടും ആരാധന. അതെ ഈശോയെ, നഷ്ടങ്ങൾ തന്നുകൊണ്ട് നഷ്ടങ്ങളെല്ലാം തന്നു ഞാനിന്ന് യേശുവേ പാടും ആരാധന. പാടാവോ ഒന്നിച്ച്? നഷ്ടങ്ങളെല്ലാം തന്നുകൊണ്ട് നഷ്ടങ്ങളെല്ലാം യേശുവേ തന്നു ഞാനിന്ന് പാടും ആരാധന. ഈശോയോട് പറയാം, ഈശോയെ നഷ്ടങ്ങളുടെ കണക്കേ എനിക്കുള്ളൂ, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, കോട്ടങ്ങളും തകർച്ചകളും കണ്ണുനീരും അത് മാത്രമേ ഉള്ളൂ. പക്ഷേ നീ തരുന്ന ഈ സന്തോഷം അതെന്നെ വീണ്ടും ബലമുള്ളവനാക്കുന്നു, അതെന്നെ വീണ്ടും ബലമുള്ളവളാക്കുന്നു, അത് വീണ്ടും എന്നെ ഉണർത്തുന്നു. നീ തരുന്ന ഈ സന്തോഷം അതെന്നെ വീണ്ടും പ്രത്യാശയിലേക്ക് നയിക്കുന്നു. തകർന്നു പോകേണ്ടവനല്ല ഞാൻ, തകർന്നു പോകേണ്ടവളല്ല ഞാനത് കാണുന്നു, ഞാനത് തിരിച്ചറിയുന്നു. ഈശോയെ, എനിക്ക് വേണ്ടി ബെത്ലഹേം നഗരിയിൽ കാലിത്തൊഴുത്തിൽ പിറന്ന ദൈവപുത്രനെ ഞാനിപ്പോൾ ആരാധിക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. നഷ്ടങ്ങൾ മുഴുവൻ തന്ന്, വേദനകൾ മുഴുവൻ തന്ന്, പരാജയങ്ങൾ മുഴുവൻ തന്ന് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഒരിക്കൽ കൂടെ നമുക്ക് ഏറ്റുപാടാം. നഷ്ടങ്ങളെല്ലാം തന്നു ഞാനിന്ന് യേശുവേ പാടുന്നു ആരാധന. ഒരുമിച്ച് പാടാം നമുക്ക് നല്ല സ്നേഹത്തോടെ. നഷ്ടങ്ങളെല്ലാം യേശുവേ തന്നു ഞാനിന്ന് പാടുന്നു ആരാധന. ഹൃദയം കൊണ്ട് പാടാവോ എല്ലാവരും ചേർന്ന്? നഷ്ടങ്ങളെല്ലാം യേശുവേ തന്നു ഞാനിന്ന് പാടുന്നു ആരാധന. ഈശോയ്ക്കെല്ലാം തിരിച്ചറിയാൻ പറ്റും. ഒരുപാട് ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെച്ചവനാ ഈശോ. ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് പാടും ഞാൻ ആരാധന. ഈശോയോട് പറയാവോ, ഇഷ്ടങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുന്നു ഞാൻ. ഇഷ്ടങ്ങളൊക്കെ യേശുവേ വേണ്ടെന്ന് വെച്ച് യേശുവേ പാടും ഞാൻ ആരാധന. സ്നേഹത്തോടെ പാടണം എല്ലാവരും ചേർന്ന്. ഇഷ്ടങ്ങളൊക്കെ യേശുവേ വേണ്ടെന്ന് വെച്ച് പാടും ഞാൻ ആരാധന. മനസ്സ് തുറന്ന് പാടണട്ടോ, എല്ലാവരും പാടണം. ഇഷ്ടങ്ങളൊക്കെ യേശുവേ വേണ്ടെന്ന് വെച്ച് യേശുവേ പാടും ഞാൻ ആരാധന. ഒരുപാട് എനിക്ക് വേണ്ടി സഹിച്ചു ഈശോ നിശബ്ദനായി. എനിക്ക് വേണ്ടി ഒറ്റപ്പെടലും, എനിക്ക് വേണ്ടി തിരസ്കരണവും, എനിക്ക് വേണ്ടി ദാരിദ്ര്യവും എല്ലാം ഏറ്റുവാങ്ങി ഈശോ. എല്ലാം ഉണ്ടായിരുന്നിട്ടും, ഏറ്റവും വലിയ സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായി, ഏറ്റവും എളിയവനായി ഇതാ ഈശോ വന്നില്ലേ? ഈശോ വന്നില്ലേ? എന്റെ രക്ഷകൻ എന്റെ അടുത്തേക്ക് വന്നില്ലേ? എന്നെ സ്നേഹിക്കുന്ന എന്റെ രക്ഷകനായ ഈശോ എന്നെ കാണാൻ, എന്നെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ, എന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ എന്റെ അടുത്തേക്ക് വന്നില്ലേ ഈശോ? ആ ഈശോയെ മനസ്സ് തുറന്ന് നമുക്ക് ആരാധിക്കാം. എല്ലാം സമർപ്പിച്ച്, എന്റെ സമ്പാദ്യം മുഴുവൻ കൊടുത്ത്, എന്റെ സന്തോഷം മുഴുവൻ കൊടുത്ത്, എന്റെ നേട്ടങ്ങൾ മുഴുവൻ കൊടുത്ത് ഈശോയെ ആരാധിക്കണം. ഈ സമയം, ഈ നല്ല ദിനത്തിൽ, ഈ ക്രിസ്മസ് ദിനത്തിൽ യേശുവേ, നീ തരുന്ന ഈ സമ്മാനം എന്റെ ജീവിതം തന്നെയാണല്ലോ. ഇത് ഈ ജീവിതം തന്നെയാണല്ലോ ഏറ്റവും വലിയ സമ്മാനം. സ്വീകരിക്കുന്നു ഞാൻ ഈ ജീവിതത്തെ ഒരു സമ്മാനം പോലെ സ്വീകരിച്ച്, ഈ ജീവിതത്തിന്റെ എല്ലാ അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഞാൻ നിന്നെ ആരാധിക്കുന്നു ഈശോയെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയെ. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ. കൈകൾ രണ്ടും ഈശോയുടെ അരികിലേക്ക് നീട്ടിപ്പിടിക്കണം. എന്നിട്ട് ഈശോ തരുന്ന ഈ സമ്മാനം, ഈശോ തരുന്ന ഈ വലിയ സന്തോഷം, ജീവിതത്തിലേക്ക് ഈശോ തരുന്ന ഈ വലിയ സ്നേഹം, അത് മുഴുവൻ സ്വീകരിച്ച് നമുക്കൊരിക്കൽ കൂടെ ഒന്ന് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിതമിന്ന് സമ്മാനമായി തന്ന് പാടും ഞാൻ ആരാധന. പാടാവോ എല്ലാവരും ചേർന്ന്? ജീവിതമിന്ന്
പാടും ഞാൻ ആരാധന. സ്നേഹത്തോടെ പാടാം നമുക്ക് ഒരുമിച്ച്. ജീവിതമിന്ന് യേശുവേ സമ്മാനമായി തന്ന് പാടും ഞാൻ ആരാധന. ഈശോ സ്വീകരിക്കും കേട്ടോ. ഈശോ കാണുന്നുണ്ട് നിന്റെ മനസ്സ്. നിന്റെ മനസ്സിപ്പോൾ ഈശോ കാണുന്നുണ്ട്. സന്തോഷത്തിന്റെ സദ്വാർത്തയായിട്ടല്ലേ വന്നത്? സന്തോഷത്തിന്റെ വലിയ ആശ്വാസത്തിന്റെ ദൂതുമായിട്ടല്ലേ ഈശോ വന്നത്? ഈ ആശ്വാസത്തിന്റെ ദൂത്, ഈ സന്തോഷത്തിന്റെ ദൂത്, ഈ സമാധാനത്തിന്റെ ദൂത് ഹൃദയത്തിൽ നമ്മളിപ്പോൾ ഏറ്റുവാങ്ങുകയാണ്. രണ്ട് കൈകളും നമുക്ക് ഈശോയുടെ അരികിലേക്ക് നീട്ടിപ്പിടിക്കണം. എന്നിട്ട് ഈശോയോട് പറയണം, ഈശോയെ, അങ്ങന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് വിജയമുണ്ട്, അങ്ങന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ശക്തിയുണ്ട്, അങ്ങന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ബലമുണ്ട്, അങ്ങന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണേ ഈശോയെ, അങ്ങന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണേ ഈശോയെ. ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരങ്ങളോടും ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഈശോ. ഈ ദിനം മുഴുവൻ സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് നിറയുമ്പോൾ ഞാനും പ്രാർത്ഥിക്കുന്നു, ഉള്ളിലേക്ക് നീ തരുന്ന വിജയം, മനസ്സിന്റെ ഉള്ളറകളിലേക്ക് അങ്ങ് വെച്ച് നീട്ടിത്തരുന്ന ഈ വിജയത്തിന്റെ അനുഭവം, ഈ സന്തോഷത്തിന്റെ അനുഭവം ഞാൻ സ്വീകരിക്കുന്നു. അങ്ങന്റെ കൂടെ യേശുവേ ജീവിതം വിജയമാകും. യേശുവേ അങ്ങന്റെ കൂടെ എൻ്റെ ഈശോ ജീവിതം വിജയമാകും. അതെ ഈശോയെ, അങ്ങന്റെ കൂടെ വന്നാൽ, അങ്ങന്റെ കൂടെ യേശുവേ ജീവിതം വിജയമാകും. ഒന്നുകൂടെ പാടാം നമുക്ക് ഒരുമിച്ച്. അങ്ങന്റെ കൂടെ യേശുവേ ജീവിതം വിജയമാകും. ഈശോയോട് നമുക്ക് പറയണം, ഈശോയെ, ഈ ദിവസം മുഴുവനും ആനന്ദിക്കാൻ, ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യം നുകരാൻ അങ്ങനെ അനുവദിക്കുകയാണല്ലോ. നന്ദിയുണ്ട് ഈശോ, ഒരുപാട് സന്തോഷമുണ്ട് ഈശോ, ഒരുപാട് സ്നേഹമുണ്ട് ഈശോ. എന്നെ തേടി എൻ്റെ അരികിലേക്ക് വന്നതിന്, എന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ അരികിലേക്ക് നീ ഇപ്പോൾ വന്നതിന് ഒരിക്കലും ഒരിക്കലും ഈ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാൻ എന്നെ അനുവദിക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഇല്ലാത്ത, ഈശോയെ അനുഭവിക്കാൻ പറ്റാത്ത, ഈശോ കൂടെയുണ്ട് എന്ന് ഓർക്കാൻ പറ്റാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ അനുവദിക്കല്ലേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ ഈശോയോട് ഏറ്റു പറയാം. എനിക്കാവില്ല മറക്കാൻ, എനിക്കാവില്ല പിരിയാൻ, എനിക്കാവില്ല മറക്കാൻ, എനിക്കാവില്ല അത്രമാത്രം സ്നേഹിച്ചു, അത്രമാത്രം സ്നേഹിച്ചു, എന്തോരം സ്നേഹിച്ചു ഈശോ, അത്രമാത്രം സ്നേഹിച്ചു, എന്റെ ഈശോ സ്നേഹിച്ചു എന്നെ, അത്രമാത്രം സ്നേഹിച്ചു. ഒരിക്കലും പിരിയാൻ പറ്റില്ല എനിക്ക്, ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക്. എനിക്കാവില്ല മറക്കാൻ, എനിക്കാവില്ല അത്രമാത്രം സ്നേഹിച്ചു, അത്രമാത്രം സ്നേഹിച്ചു. കൈകൾ രണ്ടും ഈശോയുടെ അരികിലേക്ക് നീട്ടിപ്പിടിച്ച് വലിയ സന്തോഷത്തോടെ നമുക്ക് പറയണം, ഒരിക്കലും ഒരിക്കലും പിരിയാൻ പറ്റില്ല. കാരണം ഇത്ര നാളും നീ നയിച്ച വഴികളും തന്ന അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിയ സ്നേഹവും ഒക്കെ ഓർത്താൽ, അതേ ഈശോയെ, പിരിയാനാവില്ല എനിക്ക്, മറക്കാനാവില്ല എനിക്ക്. എത്ര മറക്കാനുള്ള സാഹചര്യങ്ങൾ വന്നാലും പറ്റില്ല ഈശോ മറക്കാൻ, പിരിയാനാവില്ല ഈശോ എനിക്ക്. ആ വലിയ സ്നേഹത്തോടു കൂടെ തന്നെ ഒരിക്കൽ കൂടെ നമുക്ക് ആ വരികൾ ഏറ്റുപാടാം. എനിക്കാവില്ല
മറക്കാൻ എനിക്കാവില്ല. അത്രമാത്രം സ്നേഹിച്ചു, യേശുവേ, അത്രമാത്രം സ്നേഹിച്ചു, അത്രയധികം സ്നേഹിച്ചു എൻ്റെ ഈശോ എന്നെ. അത്രമാത്രം സ്നേഹിച്ചു, യേശുവേ, അത്രമാത്രം സ്നേഹിച്ചു. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈശോ നമ്മളെ ആശീർവദിക്കുകയാണ്. ഈശോ നമ്മളെ വീണ്ടും സ്വന്തമാക്കുകയാണ്. സ്നേഹിക്കാൻ അതേ അറിയൂ ഈശോയ്ക്ക്, അതേ അറിയൂ ഈശോയ്ക്ക്. ഒരുപാട് സ്നേഹിക്കാൻ, ഒരുപാട് സ്നേഹിച്ച് സ്വന്തമാക്കാൻ ആ ഈശോ ഇപ്പോൾ നമ്മെ ആശീർവദിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ഈശോ തരുന്ന ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. കൈകൾ രണ്ടും സ്വർഗത്തിലേക്ക് നമ്മൾ ഉയർത്തിപ്പിടിക്കുകയാണ്, വലിയ സ്നേഹത്തോടെ ഉയർത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഈശോ തരുന്ന വലിയ സാന്നിധ്യം ഹൃദയത്തിൽ നിറഞ്ഞ മനസ്സോടെ ഏറ്റുവാങ്ങി, യേശുവേ, യേശുവേ, എന്നെ അനുഗ്രഹിച്ചതിനും എന്നെ സ്നേഹിച്ചതിനും എന്നെ സഹായിച്ചതിനും തന്ന സന്തോഷത്തിനും നന്ദി പറയുന്നു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഏറ്റുപറയാം. ഏതാനും സമയം ഈശോയെ മനസ്സ് തുറന്ന് ആരാധിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. ഈ സമയം കൈകൾ കൂപ്പി ഈശോയെ ശിരസ് നമിച്ച് ആരാധിച്ചുകൊണ്ട് ആശീർവാദത്തിനായി ഒരുക്കാം നമുക്ക് നമ്മെ തന്നെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.